ജൂൺ 25 അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷം. ആ നാളുകളിൽ ജയിൽവാസം അനുഭവിച്ച ജനാധിപത്യത്തിനു വേണ്ടി പോരാടിയ കെ.പി. ഉദയഭാനുവാണ് നമ്മോടൊപ്പം. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 76 ദിവസമാണ് അന്ന് ജയിലിൽ കിടന്നത്. വലിയൊരു പോരാട്ടത്തിൻ്റെ നാളുകൾ കൂടിയായിരുന്നു അല്ലേ? അന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ചൂരനാട് രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ പോയി. പോലീസ് എൻ്റെ കൂടെ 42 പേരുണ്ടായിരുന്നു. അടൂർ കുന്നത്തൂർ താലൂക്കാണ്. ഞങ്ങളെല്ലാം പോലീസ് പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ നല്ലപോലെ പോലീസ് മർദ്ദിച്ച്. അതിനുശേഷം ഞങ്ങളെല്ലാം DAR വെച്ച് പത്തനംതിട്ട സബ് ജയിലിലായിരുന്നു. അങ്ങനെ 76 ദിവസം ജയിലിൽ കഴിഞ്ഞു. ഈ പോലീസ് പിടിച്ചോണ്ടുമ്പോൾ മർദ്ദിക്കുമായിരുന്നു. എന്താണ് അവർ പറഞ്ഞോ മർദ്ദിക്കാൻ? അവർ പോലീസുകാരുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. അടിയന്തരാവസ്ഥയിലാണെന്നോ സൈക്കിൾ റാലി നടത്തുന്നതും പറഞ്ഞ ഒരു മോശമായ ഭാഷ പറഞ്ഞുകൊണ്ടാണ് മർദ്ദിക്കുന്നത്. ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. എല്ലാവരെയും അടിച്ചോ ഒന്ന് എല്ലാവരെയും. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പേടിയുണ്ടായിരുന്നോ? അതോ? പേടിയൊന്നും അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് രാജ്യം ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന് പോകുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ജനാധിപത്യ ബോധത്തിൽ. ജയിലിൽ കിടന്നപ്പോൾ എന്തായിരുന്നു ആ സമയത്തൊരു ചിന്തയൊക്കെ? ജയിലിൽ കിടന്നപ്പോൾ കൂടുതൽ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ പ്രവർത്തിക്കണമെന്നുള്ളൊരു പ്രചോദനമാണ് ഉണ്ടായത്. ജയിൽവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അത് വീട്ടുകാരന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്നതിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരെല്ലാം നല്ല എതിർപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിച്ചപ്പോൾ പിന്നെ അത് അംഗീകരിച്ചു തന്നു. നമ്മുടെ വഴിക്ക് തന്നെ അവർ ജയിലിൽ ഇറങ്ങി വന്നപ്പോഴും ഈ അടിയന്തരാവസ്ഥ കഴിയുന്നതിന് മുമ്പാണ് ജയിൽവാസം കഴിയുന്നല്ലേ? അടിയന്തരാവസ്ഥയിൽ തന്നെ ജയിലിൽ ഇറങ്ങുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നോ? അന്ന് പരസ്യമായി പ്രവർത്തിക്കാൻ ഒക്കത്തില്ലായിരുന്നു. പിന്നെ ഒളിവിൽ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇതിനെതിരായി പോസ്റ്റർ ഇടുകയും പ്രചരണം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കരിക്കുടി കെട്ടുക. ഒരു ഘട്ടത്തിലും ഇതൊന്നും പിൻവാങ്ങണമെന്ന് തോന്നിയിട്ടില്ല. മുമ്പോട്ട് പോകും. എത്ര മർദ്ദനം മുന്നോട്ട് പോകാൻ തന്നെ. ഈ ഒരു അനുഭവമൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് കരുതുന്നത്? എനിക്കൊന്ന് കൊയ്ത്ത് സമരങ്ങളുടെയൊക്കെ കാലഘട്ടത്തിന് ഇതേ ഘട്ടത്തിലാണ്. ഇതിൻ്റെ ശേഷമാണ് കൊയ്ത്ത് സമരങ്ങളിൽ ആരംഭിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ജയിലിലേക്ക് പോകുന്നത്. നമ്മുടെ ഒപ്പം CPM ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി രാജ്ഭവനോട് ചേരുകയാണ്. സഖാപൂരത്തെ ചേരുകയാണ്. അതായത് അന്ന് സ്കൂളിൽ പഠിക്കുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തല്ലേ? ആ ഓർമ്മകൾ. ഞാൻ റാന്നി MS ഹൈസ്കൂൾ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ ആ സന്ദർഭങ്ങളിൽ റാന്നി സെൻറ് തോമസ് കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന L. വിക്രമൻ അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോയി വർക്കല വിജയനോടൊപ്പമാണ് അദ്ദേഹത്തെ ഉരുട്ടലിന് വിധേയമാക്കിയത്. വർക്കല വിജയൻ രക്തസാക്ഷിയായി. ഒരു ജീവച്ഛവമായിട്ടാണ് L. വിക്രമൻ മടങ്ങി വന്നത്. അദ്ദേഹം പിന്നീട് റാന്നി ഏരിയ കമ്മിറ്റിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാലിലെ കട്ട പിടിച്ച രക്തം പഴയ സ്ഥിതിയിൽ എത്തിയിരുന്നില്ല. L. വിക്രമൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന ഒരു മൊഴി പിടിച്ചുകൊണ്ടു പോകുന്നതിൻ്റെ തലേദിവസം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിനെ കാണാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഞാനും വീട്ടിലുണ്ടായിരുന്നു. പോലീസ് വീട്ടിലെത്തി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. SFI ഈ പ്രവർത്തനം നമുക്ക് അടിയന്തരാവസ്ഥയായിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ല. സ്കൂളിലെ SFI യൂണിറ്റ് അന്ന് റാന്നി പെരുമ്പുഴയിലുള്ള പഴയ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ കൂടുമായിരുന്നു. അന്ന് ആദ്യഘട്ടങ്ങളിൽ ഒക്കെ MT വർഗീസ് ഒരു പാർട്ടിയുടെ പത്തനംതിട്ടയിലെ സ്ഥാപക നേതാവാണ്. ഇപ്പോൾ പത്തനംതിട്ട DC ഓഫീസിൻ്റെ സ്ഥലം അദ്ദേഹം ഇവിടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്ഥലം തന്നെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം റാന്നി സെൻറ് തോമസ് കോളേജിൽ അതാണ് 10ാം ക്ലാസ് നിർത്തുന്നില്ല. അടിയന്തരാവസ്ഥ കോളേജിൽ പഠിക്കാൻ കയറുമ്പോഴും പിന്നെയും തുടരുകയാണ്. അപ്പോൾ ഇത് സമ്മർദ്ദമൊക്കെ ഇല്ല? ആൾക്കാരൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ വീണ്ടും പ്രവർത്തിക്കുക? തീർച്ചയായിട്ടും പോലീസിൻ്റെ വലിയ നോട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കോളേജിലെ SFI യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ ഞങ്ങൾ പങ്കെടുത്തു. കോളേജ് യൂണിറ്റ് യോഗം ചേരുമായിരുന്നു. ഞങ്ങളുടെ താലൂക്ക് കമ്മിറ്റി യോഗം ഞങ്ങൾ ചേരുമായിരുന്നു. റാന്നി കോളേജിലുണ്ടായിരുന്ന രാധാകൃഷ്ണൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വരദരാജൻ അവർ പ്രകടനം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സംഭവം തുടർന്നുണ്ടായി. പെരുന്നാട്ടിൽ
ഇപ്പോൾ സ്റ്റുഡിയോ നടത്തുന്ന ഫാസിയെയും വിക്രമിനോടൊപ്പം തന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടലിന് വിധേയമാക്കിയ ആളാണ്. കോളേജിലെ പ്രവർത്തനം അന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി SFI സെക്രട്ടറി RS ബാബു ആയിരുന്നു. ബാബു പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കുമായിരുന്നു. പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഞങ്ങളുടെ കൃത്യമായിട്ട് തന്നെ എല്ലാ കമ്മിറ്റികളും കൃത്യമായിട്ട് തന്നെ ചേരുന്നു. മെമ്പർഷിപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ആ സന്ദർഭത്തിലാണ് എറണാകുളത്ത് SFI സംസ്ഥാന സമ്മേളനം, അതിൻ്റെ പ്രകടനം ഒരുപക്ഷെ SFIയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകടനമാണ് അന്ന് എറണാകുളത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നത്. ആ സമ്മേളനത്തിലും പ്രകടനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞാൻ ഇന്നും വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. നന്ദി. ദേവൻ സാറിനോട് ഒരു ചോദ്യം ചോദിക്കാൻ നിർത്തിയത് ഒരു ചോദ്യം ചോദിക്കാനാണ്. ഈ കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തെ തേർവാഴ്ച പിന്നെയും തുടരുന്നതാണ്. അതായത് കോമളം അനുദിൻ സഖാവ് ഇപ്പോഴുമുണ്ട്. അനുദിൻ സഖാവിനെ കൊലപ്പെടുത്തുന്നത് അതിന് ശേഷമാണ് അല്ലേ? ആ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് വന്ന ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കോൺഗ്രസ് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുകയാണ്. അന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരായി അവരെ ശാരീരികമായി വകവരുത്തുന്ന പ്രവർത്തനം അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജില്ലയിൽ നമ്മുടെ എത്രയോ സഖാക്കളെയാണ് അവർ കൊലപ്പെടുത്തിയത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ പോരാട്ടമാണ് പത്തനംതിട്ടയിലും അന്ന് അരങ്ങേറിയത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.